17 കോടിക്കണക്കാന വർഷങ്ങൾ മുമ്പ് ഇത് ഇനോഗ്രേഷൻ നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ്വിതീയ പരാർദ്ധ, ബ്രഹ്മയുടെ ദ്വിതീയ പരാർദ്ധത്തിൽ ഇത് തുടങ്ങിയിരിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ ഇതിനെക്കുറിച്ച് പലതും പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഈ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. അർച്ചവിഗ്രഹം, ഭഗവാനുടെ അർച്ചവിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. പ്രതിമ നഹി തുമി സാക്ഷാത് ബ്രജേന്ദ്രനന്ദന, നീ ഒരു പ്രതിമയല്ല, നീ സാക്ഷാത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ സാക്ഷി ഗോപാലയുടെ ആ ലീലയെ നമ്മൾ പഠിക്കാം. അപ്പോൾ ഭഗവാൻ തന്നെ വന്നിട്ട് ഈ ലീല പറയാണ്, നിത്യാനന്ദ പ്രഭു പറയാണ് ഈ ലീല. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടത് സാക്ഷാത് കൃഷ്ണൻ തന്നെ ഇവിടെ വസിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ ഈ രൂപത്തിൽ വന്ന് നമ്മുടെ സേവയൊക്കെ സ്വീകരിക്കുകയാണ്. അപ്പോൾ വളരെ കാരുണ്യമായിട്ടുള്ള ഭഗവാനുടെ രൂപമാണ്, ഭഗവാനുടെ അവതാരമാണ് ജഗന്നാഥയുടെ അവതാരം. ജഗന്നാഥ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് 3 വിഷയങ്ങൾ മനസ്സിലാവും. ഒന്ന് വന്നിട്ട് മഹാപ്രസാദം, അത് നമ്മുടെ ഭക്തന്മാരിന് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. അതിൻ്റെ തത്വമൊക്കെ ഞാൻ പറയണ്ട. രണ്ടാമത്തത് രഥയാത്ര ഉത്സവം. മൂന്നാമത്തെ വന്നിട്ട് ഭഗവാനുടെ കടാക്ഷം, കാരുണ്യ കടാക്ഷം. യത് കാരുണ്യ കടാക്ഷ വൈഭവതാം. ഭഗവാന് രഥത്തിൽ കണ്ടെങ്കിൽ, നമ്മൾ രഥത്തിന് മുകളിൽ ഭഗവാനെ കണ്ടെങ്കിൽ ഭഗവാനിൻ്റെ കണ്ണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാനുടെ കണ്ണ് എല്ലാവർക്കും കാണാൻ പറ്റും. ഭഗവാന് രഥത്തിലിരുന്ന് എല്ലാവരെയും കാണും എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരെയും കാണാൻ പറ്റും ഭഗവാന്. എല്ലാവർക്കും ഭഗവാനെ കണ്ടിട്ട് എന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കാം. എന്നെയാണ് കാണുന്നുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കച്ചാ ഡോല അവിടെ വന്നിട്ട് അവർ പറയും വലിയ കണ്ണ്. പിന്നെ ഭഗവാൻ ഓരോരുത്തരും ഓരോരു വിധമായിട്ട് വലിയ സ്നേഹത്തിലും വലിയ പ്രേമത്തിലെയും വിളിക്കും ഓരോരോ പേര്. മണിമാ എന്ന് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ കണ്ടിട്ട് മണിമാ എന്ന് പറഞ്ഞിട്ട് ശ്ലോകം പറഞ്ഞു. അവിടെ രഥയാത്ര നടക്കുന്നപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്യം കാണാൻ വേണ്ടിയിട്ട് പല പേര് വന്നു. അവിടെ 3 തേരാണ്. ഒന്ന് ജഗന്നാഥയുടെ, പിന്നെ ബലരാമയുടെ, പിന്നെ സുഭദ്രയുടെ. ആ 3 തേരിലും ചൈതന്യ മഹാപ്രഭു മുമ്പ് ഇരുന്ന് നൃത്യമാടി. അതില്ലാതെ 7 സങ്കീർത്തന പാർട്ടീന്, ഓരോരു സങ്കീർത്തന പാർട്ടിനും ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്നു. ആ 7 സ്ഥലത്തിൽ നൃത്യം ആടി. ഇപ്പൊ ചില ഭക്തന്മാർക്ക് കാണാൻ സാധിച്ചു, ചില ഭക്തന്മാരും കാണാൻ സാധിച്ചില്ല. വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് അത് കാണാൻ സാധിച്ചില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ മഹാരാജ് പ്രതാപ് രുദ്ര, ആ പൂരിയുടെ മഹാരാജ് കിങ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അന്ന് അദ്ദേഹത്തിന് ഒരു വലിയ കാരുണ്യം കിട്ടി. അദ്ദേഹം വന്നിട്ട് അവിടെ രഥത്തിന് മുമ്പ് ഇരുന്ന്, അവിടെ രാജാവാണ് ഈ ചെയ്യുന്ന കർത്തവ്യം, അതിൻ്റെ കർത്തവ്യമാണ് ഈ കാര്യം ചെയ്യുന്നത്. മുമ്പ് ക്ലീനാക്കി അതെല്ലാം ചെയ്തു. ഒരു ചെറിയ ബ്രൂമൊക്കെ എടുത്തുകൊണ്ട് അയാൾ ചെയ്തു. അത് ചെയ്തു. അപ്പോഴയാൾ വലിയൊരു ധ്യാനത്തിൽ ഭഗവാന്റെ അടുത്ത് സ്മരണം ചെയ്ത് ഭഗവാനെ പ്രാർത്ഥന ചെയ്തു. ഭഗവാനെ കാണാൻ സാധിച്ചില്ല, ചൈതന്യ മഹാപ്രഭുവ് കാണാൻ സാധിച്ചില്ല. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എനിക്കിങ്ങനെ പോലെ ഒരു വിഷയി, ഒരു രാജാവ് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട്. പ്രതാപ് മഹാരാജ് പ്രതാപ് രുദ്രനെ ചൈതന്യ മഹാപ്രഭു കാണാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉദാസമായിട്ട് ഭഗവാനെ പ്രാർത്ഥന ചെയ്തു. അന്ന് ചൈതന്യ മഹാപ്രഭു വലിയ സന്തോഷമായി. പ്രതാപ് രുദ്രനെ കണ്ടപ്പോൾ ഈ വളരെ നീച്ചമായിട്ടുള്ള ഒരു സേവ ചെയ്യുന്ന അയാൾ ഒരു ചൂല് ഇതൊക്കെ ബ്രൂമൊക്കെ എടുത്തുകൊണ്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഭഗവാനെ ജഗന്നാഥ് ജയ ജഗന്നാഥ് എന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് പ്രസന്നമായി ചൈതന്യ മഹാപ്രഭു. ഇത്ര വലിയ രാജ ഇത്ര
ഹമ്പിളായിട്ട് ചെയ്യുന്നു, ഹ്യൂമിലിറ്റിയോടെ ചെയ്യുന്നു. വിനയത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാന് പ്രസന്നമായി. പക്ഷെ ഭഗവാൻ അവിടെ നൃത്യമാടുന്നത് ചൈതന്യ മഹാപ്രഭു കണ്ടുകൊണ്ടിരുന്നു. പ്രതാപ് രുദ്ര കണ്ടുകൊണ്ടിരുന്നു. പ്രതാപ് രുദ്രന്റെ മുമ്പ് പല ഭക്തന്മാരെ എല്ലാവരും കാണുന്നുണ്ട് നൃത്യം. നടുക്ക് ഓരോരുത്തരും വന്നിട്ട് അങ്ങനെ എട്ടി കാണുന്നുണ്ട്. ചില പേർക്ക് പൊക്കം കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ മറ്റുള്ള ഷോൾഡറിനും ഒതുകിനൊക്കെ ഏറി കാണുന്നുണ്ട്. പല പേര് പലതും ചെയ്യുന്നു അവിടെ. എല്ലാവരും ശ്രമിച്ചുകൊണ്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ പ്രതാപ് രുദ്ര മഹാരാജിന് മുമ്പ് ശ്രീവാസ് ഠാക്കൂർ ആയിരുന്നു. പഞ്ചതത്വത്തിലെ ഒരുത്തർ, ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത് ഗദാധർ ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ശ്രീവാസ് കൃഷ്ണ ചൈതന്യ അവിടെ ഉണ്ടായിരുന്നു. ശ്രീവാസ് പ്രഭു അവിടെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പം ഓരോരു സ്ഥലം ഓരോരോ ഇങ്ങനെ തലയൊക്കെ ആടുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആടി. പക്ഷെ മഹാരാജ് പിറകുണ്ടായിരുന്നു. ആര്? പ്രതാപ് രുദ്ര മഹാരാജ്. അദ്ദേഹത്തിന് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് ഹരിചന്ദൻജി ഉണ്ടായിരുന്നു. ഹരിചന്ദൻജി കണ്ടു, എന്തിനാ മഹാരാജല്ലേ ഇവിടെ കാണുന്നുണ്ട്. പൂരിയുടെ മഹാരാജാണ് ദർശനം ചെയ്യുന്നത് ഭഗവാന്. അതുമല്ല ചൈതന്യ മഹാപ്രഭു നൃത്യമാടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു, രസിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാൾ ശ്രീവാസ് ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ശ്രീവാസ് തട്ടി, ഹലോ, ബാക്ക് സൈഡ് മഹാരാജാണ് കേട്ടാ, കുറച്ച് സൈഡ് കൊടുക്കൂ, അദ്ദേഹം കാണണ്ടേ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. ശ്രീവാസ് അത് കേട്ടില്ല. ഇത്രയും ബഹളം, അവിടെ വലിയ രഥയാത്ര നടക്കുന്ന, ഓരോരുത്തരും കീർത്തന ഭജന ശ്ലോകങ്ങൾ അത് ഇത് എല്ലാവരും പറയുന്നുണ്ട്. ഇത് നടുക്ക് കേട്ടില്ല ശ്രീവാസ്. പക്ഷെ ആരോ തട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ വലിയൊരു കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ആ ചൈതന്യ മഹാപ്രഭു കണ്ടുകൊണ്ട് ഭഗവാനെയും കണ്ടുകൊണ്ട് ആ നൃത്യമാടുന്നത് ഒരു നിമിഷം എനിക്ക് മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഹരിചന്ദൻ ചെയ്തു. മഹാരാജ് കാണുന്നുണ്ടെന്ന് തിരിഞ്ഞു. ശ്രീവാസ് ഠാക്കൂർ തിരിഞ്ഞ് പളാറൊരു അടി കൊടുത്തു. ആരുക? ഹരിചന്ദനെ പളാറൊരു അടി കൊടുത്തു. അടി കൊടുത്തിട്ട് വീണ്ടും നോക്കാൻ വന്നു. ഹരിചന്ദൻ ബോഡി ഗാർഡാണ്. അദ്ദേഹം വലിയ പൊക്കവും വലിയ തടിയും ഒക്കെ ഉള്ള ആളാണ്. വളരെ സ്ട്രെങ്ത് ആണ്. ദിവസം ജിമ്മിന് പോകുന്ന ആളാണ്. ട്രെയിൻഡാണ്. അയാൾ പിടിച്ചു ഇങ്ങനെ ശ്രീവാസ 6 അടിച്ചു നീ പറഞ്ഞിട്ട്. അപ്പോൾ മഹാരാജ് പ്രതാപ് രൂപ അയാളെ കൈ തട്ടി. ഒന്നും ചെയ്യണ്ട, നിനക്ക് വലിയ കാരുണ്യം കാണിച്ചു. ആര്? ശ്രീവാസ് ഠാക്കൂർ. കണ്ണത്ര 2 കൊടുത്തല്ലേ, അത് തന്നെ വലിയ മർസിയാണ്, വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബോഡി ഗാർഡ് ഇങ്ങനെ പറഞ്ഞ മഹാരാജ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. ആര്? ഹരിചന്ദൻജി. പക്ഷെ അതിന് ദേഷ്യമുണ്ട്. പക്ഷെ പ്രതാപ് രുദ്ര പറഞ്ഞു, ശ്രീവാസ് ഠാക്കൂറാണ് എന്നെക്കാളും കൂടുതൽ പഞ്ചതത്വത്തിലെ ഒരുത്തരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നു. ഇങ്ങനെ രഥയാത്ര നടക്കുന്നപ്പോൾ ഓരോരോ സ്ഥലത്തിലും ഓരോരുത്തർക്കും ഓരോരോ അനുഭവമായിരുന്നു. ഞാൻ ഒന്ന് മാത്രം പറയാണ്, ഇവിടെ സമയമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ രഥയാത്ര ഇവിടെ നടക്കുന്നപ്പോൾ പല അനുഭവങ്ങളുണ്ടാവും. നമുക്ക് ചപ്പൽ പോവും, നിങ്ങൾ സാരി ഇല്ലെങ്കിൽ ഉടുപ്പ് എന്തെങ്കിലും താഴെ വീഴും. ജയ് ജഗന്നാഥിന് എല്ലാവരും വേറെ ഒരു ഭാവത്തിലുണ്ടാവും. പിന്നെ നിങ്ങളുടെ മുട്ടിന് മുകളിൽ നിങ്ങളുടെ കാലിന് മുകളിൽ കുതിക്കും ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. എല്ലാം ജഗന്നാഥിൻ്റെ കാരുണ്യമാണ് നിങ്ങൾ കണക്കാക്കേണ്ടതാ. ഇതേ വരുന്ന ആസൻ ഹരിബോൾ, ഹോൾഡ് ദ ഡീറ്റീസ്. श्री गौरनिताय की जय. गौरनिताय 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 जय गौरनिताय. निताय गौर हरि बोल हरि बोल हरि बोल हरि बोल.
ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ എല്ലാം ആനന്ദമായിട്ടുള്ളൊരു അനുഭവമാണ് രഥയാത്ര മഹോത്സവത്തിൽ. എല്ലാവർക്കും അതിവില്ലാതെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവം, അവിടെ നൃത്യമാടുന്ന ഭാവം നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ഹരിനാമ സങ്കീർത്തനം ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പോൾ ഈ രഥയാത്ര പറയുന്നത് ഭക്തന്മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ കുരുക്ഷേത്രയിൽ ഈ നടന്ന സംഗതി, അവിടെ വൃന്ദാവനത്തിലിരുന്ന് വൃന്ദാവനവാസികളൊക്കെ വന്നു, ഗോപികൾ വന്നു, നന്ദമഹാരാജ് യശോദാമായിയൊക്കെ വന്നു, ഗോപന്മാരൊക്കെ വന്നു. ആ കുരുക്ഷേത്രത്തിൽ പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൃഷ്ണൻ വീണ്ടും വ്രജവാസികളൊക്കെ കണ്ടു. ഞാനിപ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയതാ. 10 വയസ്സായിരിക്കുന്നപ്പോൾ തിരിച്ചു വന്നില്ല. ഇപ്പോൾ വയസ്സായി, വിവാഹം കഴിഞ്ഞു. 16,108 വിവാഹം കഴിച്ചു. അവിടെ അത്രത്തോളം കൊട്ടാരമൊക്കെ ഇരുന്ന് ദ്വാരകയിലെ വലിയ രാജാ പോലെ ആയി. അപ്പോൾ ഈ വൃന്ദാവനവാസികളൊക്കെ നമ്മുടെ കൃഷ്ണൻ വലിയ ഇതായി, നമ്മളൊക്കെ മറന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ പിരിഞ്ഞിരിക്കുന്ന ആ ഭാവം, ആ വിപ്രലംബ ഭാവത്തിൽ അവിടെ കൃഷ്ണനെ വീണ്ടും കണ്ടു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നപ്പോൾ വ്യത്യാസം കണ്ടു. ഇപ്പോൾ കൃഷ്ണന് മയിൽപീലിയും പുലാങ്കുഴലും ഇതൊക്കെ അല്ല കയ്യിൽ, വലിയ രാജാവായിട്ട് വലിയ രഥത്തിൽ വരുന്ന കാണുന്നപ്പോൾ ക്ഷത്രിയയുടെ വേഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഉദാസമായി. നമ്മുടെ കൃഷ്ണൻ എന്തായി എന്ന് പറഞ്ഞിട്ട് വൃന്ദാവന കൃഷ്ണൻ എവിടെയാണോ എന്ന് പറഞ്ഞിട്ട് അവർ കണ്ടു. അവിടെ നിന്ന് കാണുന്നപ്പോൾ കൃഷ്ണൻ വന്നിട്ട് അവരെ കണ്ടിട്ട് കൃഷ്ണനെ വീണ്ടും വലിയ ഇമോഷണലായി. എൻ്റെ വ്രജവാസികൾ, ഞാൻ ഇവരുടെ കൂടെ വളർന്ന് പല ലീലകളൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനൊക്കെ ആ ഓർമ്മയൊക്കെ വന്നു. അവിടെ കൃഷ്ണൻ കുറച്ച് ഇമോഷണലായി. ആ സമയത്തിൽ കൃഷ്ണൻ വന്നിട്ട് ഭഗവത്ഗീത പറഞ്ഞ പോലെ അവിടെ ലെക്ചർ കൊടുത്തു. ഞാൻ ദിവ്യോത്തമ പുരുഷനാണ്, മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു സർവധർമാൻ പരിത്യജ്യ മാമേക്കം ശരണം വ്രജ എന്ന് പറഞ്ഞ് എന്ത് പറയണമെന്ന് പറയാതെ ഭഗവത്ഗീത പോലെ ഉപദേശം കൊടുത്തു. അപ്പോൾ ഗോപികൾ പറഞ്ഞു, എന്താ ഇയാളിന് എന്ത് പറ്റി? ഞങ്ങളെ എങ്ങനെ കൃഷ്ണനെ മറക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചിത്രവത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വന്നിട്ട് മന്മനാഭവ മദ്ഭക്തോ എന്ന് പറയുന്നത് നേരെ വിപരീതമായിട്ട് പറഞ്ഞു. അവർ ഉത്തമ ഭക്തന്മാരാണ്. അപ്പോൾ കൃഷ്ണനെടുത്ത് പറഞ്ഞു, നിർത്തൂ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ഇറ്റ് ഈസ് ഓൾ റിഡിക്യുലസ്, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഈ ഉപദേശമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, വരൂ എന്ന് പറഞ്ഞിട്ട് വൃന്ദാവനത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇഴുത്തുകൊണ്ട് പോയി ഭഗവാൻ. ഗോപന്മാരും വൃന്ദാവനവാസികളെല്ലാവരും അതാണ് രഥത്തിലോട്ട് മേലെ കയറി ബലരാമൻ, സുഭദ്ര, കൃഷ്ണൻ എല്ലാവരും ചേർന്നിട്ട് കുരുക്ഷേത്രത്തിലിരുന്ന് അവർ കൂട്ടിക്കൊണ്ടുപോയി വൃന്ദാവനത്തിന്. ഇതാണ് രഥയാത്ര മഹോത്സവം എന്ന് നമ്മൾ പറയുന്നത്. ശ്രീ രഥയാത്ര മഹോത്സവം കീ, ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രമയി കീ, നിത്തായി ഗൗര പ്രേമാനന്ദേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതേപോലെ നമ്മുടെ ഹൃദയം ഒരു വൃന്ദാവനം ആണ്. ആ വൃന്ദാവനത്തിൽ നമ്മൾ ഭഗവാന് എഴുത്ത് അങ്ങനെ തേരിൽ കൂട്ടിക്കൊണ്ടുപോയി ഹൃദയത്തിൽ അങ്ങനെ വസിക്കുന്ന പോലെ നമ്മൾ ഹരിനാമ സങ്കീർത്തനം ചെയ്ത് ഭക്തിയോട് നമ്മൾ ഈ സേവ ചെയ്തെങ്കിൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ജഗന്നാഥ് രഥയാത്ര മഹോത്സവത്തിൻ്റെ ഭാവം. ഇതാണ് അവിടത്തുള്ള സങ്കല്പം. ഭക്തന്മാരെല്ലാവരും രഥമെഴുക്കുന്നപ്പോൾ ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും രാധാകൃഷ്ണൻ ഉണ്ടാവട്ടെ, ഭഗവാൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ജഗന്നാഥ് ശ്യാമസുന്ദര കൃഷ്ണനുടെ ഭാവത്തിലെയാണ്. ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഭാവത്തിലെയാണ്. ചൈതന്യ മഹാപ്രഭു ശ്യാമസുന്ദര കൃഷ്ണനെ കാണുന്നുണ്ട്, അവിടെ ശ്യാമസുന്ദര കൃഷ്ണൻ രാധാറാണിയെ കാണുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു കണ്ടിട്ട്. അപ്പോൾ അവരുടെ തമ്മിൽ ഒരു വലിയ സംബന്ധം, ഒരു പ്രേമ സംബന്ധം നടക്കുന്ന അവിടെ. അതിനെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതാല പലതും വലിയ ആചാര്യന്മാരും ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് ഗൂഢമായിട്ടുള്ള വളരെ ആഴമായിട്ടുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ഈ ഭാവത്തിൽ നിന്ന് ഹരിനാമ സങ്കീർത്തനം ചെയ്ത് രഥയാത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ലീലയിൽ നമുക്കും ചേരാൻ പറ്റും.
നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും. ക്ഷീരയാത്ര മഹോത്സവം കീ, ജഗന്നാഥ് ബലദേവ് സുഭദ്രമയി കീ, നിത്തായ് ഗൗര പ്രേമാനന്ദേ. ഹരി ബോൾ.